മലയാള സിനിമയുടെ ഒരു കണ്ടന്റാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. മലയാള സിനിമ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡെയിലി വ്ളോഗിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള സിനിമ, അവരുമായുള്ള പ്രൊഡ്യൂസറുമായുള്ള തർക്കം, അത് വലിയ രൂക്ഷമായി മാറിയൊരു സന്ദർഭത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. സിനിമ നിർമ്മാതാക്കൾക്കിടയിലെ തർക്കത്തിൽ ഇടപെട്ട് മമ്മൂട്ടിയും മോഹൻലാലും വരെ ഇടപെട്ട ഒരു കേസാണ് ഇത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു കേസാണ്. ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ച് പബ്ലിക്കിൽ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവിനൊരു പങ്കുണ്ട് എന്ന് പറയുന്നത് പോലെ, പ്രൊഡക്ഷൻ ഒരു പങ്കുണ്ടെന്നത് പോലെ അവരും ആ ഇൻഡസ്ട്രിയിലെ ഒരു ഭാഗമാണ് എന്നത് നമ്മൾക്കറിയേണ്ട ഒരു മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ആ നിർമ്മാതാക്കളുടെ കൈകളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പങ്ക് ഇല്ല എന്നത് ഒരിക്കലും അവരെ നിഷേധിച്ചുകൊണ്ട് സിനിമ സംഘടനകൾക്കും സിനിമ നിർമ്മാണങ്ങൾക്കും വ്യവസായങ്ങൾക്കും അത് നോ എന്ന് പറയാൻ ഇത്തിരി കാലതാമസമെടുക്കും. നമ്മൾ ഇന്നൊരു വാർത്താ മാധ്യമത്തിൽ കണ്ടു, സിനിമക്കാർ ഒരുപാട് ഇതിൻ്റെ ശത്രുക്കളായി മാറുകയാണ്. സിനിമ നിർമ്മാതാക്കൾ തർക്കത്തിലേക്ക് പോകുന്നൊരു സമയം, അവർ ഇതിനു വേണ്ടി സമരം ചെയ്യുന്ന, ഇതിന് മുൻകൂട്ടിയായി ഈ ഒരു സമരം വേണമെന്ന് പറയുന്നവർ, അങ്ങനെ പല രീതിയിൽ ഈ ഒരു സിനിമ ഇഷ്യൂസ്, സിനിമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ഒക്കെ വലിയൊരു തർക്കത്തിലേക്ക് ഏറ്റവും പുതിയൊരു വാർത്തയായിരുന്നു അത്. അപ്പോൾ സിനിമ എന്ന നിർമ്മാതാക്കളുടെ എന്താണ് തർക്കം, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മക്കളുടെ സംഘടനയ്ക്കുള്ളിലെ തർക്കത്തിൽ ഇടപെട്ട മമ്മൂട്ടിയും മോഹൻലാൽ ഫോണിൽ വിളിച്ച് അനുനയ നീക്കത്തിന് ശ്രമിച്ചെങ്കിലും ജി സുരേഷ് കുമാർ വഴങ്ങിയില്ല. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംഘടനയ്ക്കുള്ളിൽ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണ് പറഞ്ഞതെന്നുമാണ് സുരേഷ് കുമാറിന്റെ വിശദീകരണം. തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കം വൈകിയേക്കും. ഗുഡ് മോർണിംഗ് സൈഫുലിസാലിയ. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ജി സുരേഷ് കുമാറിനെ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് മുമ്പേ വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സമവായമായേനെ. പക്ഷേ ആന്റണി പെരുമ്പാവൂർ ഈ ഒരു നിർമ്മാതാക്കളുടെ സിനിമാ സംഘടനയും മറ്റ് താരസംഘടനയും അമ്മ സംഘടന, ഈ രണ്ടും മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഒരു സങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നുള്ളത്. അതിൽ സുരേഷ് കുമാറിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഒരു സംഘടന അതിന്റെ യോഗം ചേർന്ന് എല്ലാ ആളുകളും അംഗങ്ങളുമായും കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി മാധ്യമ പ്രവർത്തകരെ വിളിച്ച് വാർത്താ സമ്മേളനം നടത്തി ആ തീരുമാനം അറിയിക്കുന്നു. അതിൽ പിന്നീട് ഒരു അംഗം അതിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പരാതി ഉണ്ട് എങ്കിൽ ആ അംഗം ആ സംഘടനയാണ് ബന്ധപ്പെടേണ്ടത്, അല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇടുകയല്ല. ആന്റണി പെരുമ്പാവൂർ എന്തോ തെറ്റുകൾ ചെയ്തു പ്രശ്നം വഷളാക്കിയത് ആന്റണി വഷളാക്കിയ ഒരു വാർത്ത ഇതിന് പിന്നാലെയാണ് ഈ പോസ്റ്റും ഈ പ്രശ്നങ്ങളും എല്ലാം വന്നതിന് പിന്നാലെയാണ് മമ്മൂട്ടിയും മോഹൻലാലും കടുത്ത തീരുമാനത്തിലാണ് ഇപ്പൊ സുരേഷ് കുമാർ. ഒരു തരത്തിലുള്ള അനുനയനീക്കങ്ങൾക്കും വഴങ്ങില്ല നിലപാടിലാണ് സുരേഷ് കുമാർ നിൽക്കുന്നത്. കാരണം തീരുമാനമാണ് താൻ പറഞ്ഞത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്നും പിന്നോട്ട് പോകില്ല. തനിക്ക് ആകെ കുറ്റബോധം ഉണ്ട് എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ ബജറ്റ്, അതായത് 141 കോടി എന്ന എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ച് താൻ പരാമർശിച്ചു എന്നുള്ളതാണ്. അല്ല ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അത് പറയുന്നത്. അറിവോടെ അല്ല അത് അവര് പബ്ലിഷ് ചെയ്യുന്നത്. ഇക്കാര്യം ആന്റണി പെരുമ്പാവൂർ മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. പോസ്റ്റ് ഇടുന്നതിന് മുൻപ് ആന്റണി പെരുമ്പാവൂർ തന്റെ ഫോണിൽ വിളിച്ച് ഇതേ തുടർന്ന് താൻ ആ യൂട്യൂബ് ചാനലുകാരെ വിളിച്ച് അത് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങനെ സംബന്ധിച്ചുള്ള പരാമർശം വന്ന ആ അഭിമുഖത്തിലെ ഭാഗങ്ങൾ ജി സുരേഷ് കുമാർ തന്നെ ഇടപെട്ട് നീക്കി. ആ നീക്കിയതിന് ശേഷമാണോ ആന്റണിയുടെ പോസ്റ്റ്? ഒരു തർക്കം നീക്കിയിട്ടും
പിന്നെയും കൊണ്ടുവന്നിടുകയാണ് മാധ്യമങ്ങളിലേക്ക്. നേരിട്ട് സുരേഷ് കുമാറിനെ വിളിച്ച് അതൃപ്തി അറിയിക്കുന്നു. അതിനുശേഷം സുരേഷ് കുമാർ ഈ യൂട്യൂബ് ചാനലുകാരെ വിളിച്ച് ഇത് പബ്ലിഷ് ചെയ്യരുത്, നിങ്ങളത് ഒഴിവാക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ ഭാഗം അവർ ഒഴിവാക്കുന്നു. അതിനുശേഷം എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് സുരേഷ് കുമാറിന്റെ ചോദ്യം. സംഘടനയുടെ അച്ചടക്കം പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നത് താനല്ല, ആന്റണി പെരുമ്പാവൂരാണ് എന്നുള്ളതാണ് ജി സുരേഷ് കുമാറിന്റെ വിശദീകരണം. അതിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമല്ല അത് സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്, സംഘടനാപരമായ പ്രശ്നമാണ്. മറ്റ് അംഗങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്താണ് ആ വിഷയം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. സമരം നടത്തുക എന്നുള്ളത് കൂട്ടായ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇന്നലെ സ്റ്റീഫനും പറഞ്ഞത് തനിക്ക് വ്യക്തിപരമായി സമരത്തോട് യോജിപ്പില്ല, പക്ഷേ സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒപ്പം നിൽക്കുമെന്നായിരുന്നു. അതായത് ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ സംഘടനാംഗം എന്ന നിലയിൽ സംഘടനയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞ് പിന്നോട്ടില്ല എന്നാണ് സാഹചര്യവും ചേരിയായി നിന്ന് ഈ വിഷയം സംസാരിക്കേണ്ടിയൊക്കെ വരുന്ന തലത്തിലേക്ക് താനല്ല എത്തിച്ചതെന്ന നിലപാടാണ്. സംഘടനയ്ക്കുള്ളിൽ എടുത്ത തീരുമാനം പറഞ്ഞതിന് സംഘം ചേർന്ന് തന്നെ വേട്ടയാടുന്നു എന്നതാണ് ജി സുരേഷ് കുമാറിന്റെ വാദം. മമ്മൂട്ടി മോഹൻലാലും വിഷയത്തിൽ ഇടപെടുന്നു. ഈ തർക്കം തീരുമോ എന്നതറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. തർക്കം തീരട്ടെ, സിനിമാ വ്യവസായം നല്ല രീതിയിൽ നല്ല സൗഹൃദത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സൈഫുൽ സാലിയ ഫോർ ദ ഗെയിം. അപ്പോ റിപ്പോർട്ടർ ചാനൽ വഴിയാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എന്താണ് ഈ സിനിമ നിർമ്മാതാക്കൾക്കുള്ള തർക്കം? എന്താണ് നിർമ്മാതാക്കളുമായുള്ള തർക്കം എന്തുകൊണ്ടുണ്ടായി എന്നാണ്. ഇപ്പോൾ ആ തർക്കം ന്യൂസ് നമുക്ക് കേൾക്കണം. ഇതിന് പ്രതികരിച്ച് നിങ്ങളുടെ കടം തീർക്കാൻ സഹകരിച്ചത് ഈ താരങ്ങൾ തന്നെയല്ലേ എന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് ജയൻ ചേർത്തല മാധ്യമങ്ങളോട് പറയുന്നതുണ്ടായിരുന്നു. അഭിനേതാക്കളും പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട് മുൻ ഭാരവാഹി നടൻ ജയൻ ചേർത്തല താരമൂല്യങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നത് പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയല്ലേ എന്നും അത്ര ചങ്കൂറ്റമുണ്ടെങ്കിൽ താരങ്ങളെ ഒഴിവാക്കി സിനിമ ചെയ്തൂടെ എന്നും ജയൻ ചേർത്തല ചോദിച്ചിരുന്നു. അതായത് ഈ ശ്രീകുമാർ. ഇവിടെയാണ് ഈ ഒരു തർക്കം തുടങ്ങുന്നത്. അവർക്ക് താരങ്ങളെ വേണം, എന്നാൽ പണം കൊടുക്കാൻ പറ്റില്ല. മാത്രവുമല്ല അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ന്യായമാണോ? നിങ്ങളൊക്കെ അടിയന്മാരും ഞങ്ങൾ ജന്മികളും എന്ന നിലപാടാണ് ഇതിന് കാരണം. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്ന എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് അഭിനേതാക്കളാണോ? സംഘടനയിലെ അംഗങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ മാത്രമേ ആളുകൾ തിയേറ്ററിൽ പോയി കാണാൻ പാടുള്ളൂ എന്ന് പറയുന്ന അഹങ്കാരമൊന്നും അംഗീകരിക്കാൻ സാധിക്കും. നിങ്ങൾ തീരുമാനിച്ചാൽ എന്താകും സ്ഥിതി? അതും ശരിയാണ്. നല്ല സിനിമകൾ മലയാളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന അഭിനേതാക്കളുണ്ട്. ചില സാഹചര്യങ്ങൾ അവ നിർമ്മിക്കാൻ ആരും തയ്യാറാകില്ല. എങ്കിൽ അഭിനേതാക്കൾ തന്നെ ഏറ്റെടുക്കും. അതൊന്നും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിൻ്റെ ഈ നിലപാട് കൊണ്ടാണ് വിശദീകരിക്കേണ്ടത്. അതാണ് നമ്മളെ വിശദീകരണം. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയുടെ പേര് രേവതി എന്ന്. അവർക്കൊരു നിർമ്മാണ കമ്പനിയുണ്ട്. അവരെ രേവതി കലാമന്ദിർ എന്നാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് എപ്പോഴും കാണുന്ന പേര് മേനക സുരേഷ് കുമാർ എന്നാണ്. മേനക ചേച്ചി ഒരു അഭിനേത്രി കൂടിയാണ്, അമ്മയിലെ അംഗവുമാണ്. സിനിമ നിർമ്മിക്കാൻ പാടില്ലെന്ന് പറയുമോ? അദ്ദേഹത്തിൻ്റെ മകൾ കീർത്തി സുരേഷ് കോടികൾ വാങ്ങുന്ന നടിയാണ്. ഇന്ന് വരെ ₹1 കുറച്ച് സിനിമ ചെയ്തതായി നമ്മുടെ അറിവിലുണ്ടോ? അമ്മ സംഘടന നാഥനില്ല കളരിയെന്ന് പരാമർശം സുരേഷ് കുമാർ പിൻവലിക്കണമെന്ന് ജയൻ ചേർത്തല പറയുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയുടെ കടം തീർക്കാൻ സ്റ്റേജ് ഷോ നടത്താൻ താരങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ സഹകരിച്ചത് മറക്കരുതെന്നും വാങ്ങാതെയാണ് ഈ കടം തീർക്കാനായി പരിപാടിയിൽ പങ്കെടുത്തത്. മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ പരിപാടിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അന്ന് കിട്ടിയ ലാഭത്തിൽ ഏകത്. എന്നാൽ അവർക്ക് പാലം കടക്കുന്നതുവരെ താരങ്ങളെ ആവശ്യമുണ്ട്. പാലം കടക്കാൻ നാരായണ, പാലം കടന്നാൽ പൂരായണ എന്ന മട്ടാണ് ജനം തിയേറ്ററിൽ വരുന്ന
കാലഘട്ടത്തിൽ സമരങ്ങൾ സിനിമയെ തകർക്കും. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് അദ്ദേഹത്തിൻ്റെ താരങ്ങളുടെ അവസ്ഥ അറിയാമെന്നും ജയൻ കുറിച്ചു. ആന്റണി ഇതിൽ പ്രതിഷേധിച്ചിരുന്നു. അതിൻ്റെ രൂപത്തിലാണ് ജയൻ ചേർത്തലയും ഇതിലൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതിൽ വലിയൊരു തർക്കം, ഇതിൽ സുരേഷ് കുമാർ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കണം. സുരേഷ് കുമാറിനൊപ്പമാണ് നിർമ്മാതാക്കളുടെ സംഘടന, ആന്റണിക്കൊപ്പമാണ് താരങ്ങൾ സിനിമാ പോര്. ഇതാണ് ഈ ഒരു സിനിമയുടെ പോരിന് കാരണം. സമരവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ വമ്പന്മാർ കൊമ്പ് കോർക്കുന്നു. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ നടപടി അനുചിതമായി പോയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. ഇതോടെ നിർമ്മാതാക്കളുടെ സംഘടന ഒരു ഭാഗത്തു നിന്നും നടിമാരുടെ കുറച്ച് നിർമ്മാതാക്കളും അടങ്ങുന്ന മറ്റു ഭാഗത്തു നിന്നും നിലയുറപ്പിച്ചിരിക്കുകയാണ്. എല്ലാ നിർമ്മാതാക്കളും ഗുണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഭരണസമിതി എടുത്ത തീരുമാനങ്ങൾ പത്രമാധ്യമങ്ങളിൽ ജനങ്ങളെ അറിയിക്കുക മാത്രം ചെയ്ത സുരേഷ് കുമാറിന് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആന്റണി പെരുമ്പാവൂർ ചോദ്യം ചെയ്ത് അനുചിതമായി അസോസിയേഷൻ പത്രക്കുറിപ്പിൽ പറഞ്ഞു. സമരം ചെയ്യാൻ തീരുമാനമെടുത്ത യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടും ആന്റണി പെരുമ്പാവൂർ പങ്കെടുത്തില്ലെന്നും അസോസിയേഷൻ ഉറപ്പിച്ചു. വർദ്ധിക്കുന്ന നിർമ്മാണ ചെലവ് കാരണം ഭീമമായ നഷ്ടം സംഭവിക്കുന്ന നിർമ്മാതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അസോസിയേഷൻ നിലപാട് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സുരേഷ് കുമാർ വ്യക്തമാക്കിയത് എന്ന് കുറിപ്പിൽ പറയുന്നു. സംഘടനയ്ക്കെതിരെയും വ്യക്തിപരമായി നടത്തുന്ന ഏത് നീക്കവും തങ്ങൾ പ്രതിരോധിക്കുന്നുവെന്നും സംഘടന അറിയിച്ചിരുന്നു. നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് അസോസിയേഷൻ പ്രസിഡന്റെങ്കിലും ഷൂട്ടിംഗ് വിദേശത്തോടെ നടക്കുന്നതോടൊപ്പം അവധിക്ക് പക്ഷേ അപേക്ഷ നൽകിയിരുന്നു എന്നും അസോസിയേഷൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായ സുരേഷ് കുമാർ, സിയാദ് കേക്കർ എന്നിവർക്കൊക്കെ ചുമതല സിനിമാ മേഖല സമരം സംബന്ധിച്ച് ഇരുവരും പരസ്യമായി പറഞ്ഞ് സംഘടന ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരമാണെന്നും അസോസിയേഷൻ വ്യക്തമായി. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം, GSTക്കൊപ്പം വിനോദ നികുതി കൂടി പിരിക്കുന്ന നടപടി തുടങ്ങിയവർക്കെതിരെ ജൂൺ മാസത്തിൽ മലയാള സിനിമയിൽ മേഖല സമരം ഉണ്ടാകുക സുരേഷ് കുമാർ അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനെതിരെ ആന്റണി പെരുമ്പാവൂർ ഇന്നലെ ഫേസ്ബുക്ക് രംഗത്താക്കുകയും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ആരാണ് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയെന്ന് തുടങ്ങിയ കാര്യങ്ങൾ പലരും ചോദിച്ചു തുടങ്ങിയിരുന്നു. ഇതിനുടെ മറുപടിയാണ് പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ് തുടങ്ങിയവർ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ സിനിമയിലെ വിവാദങ്ങളെന്ന് പറയുന്നത് സിനിമാ നടന്മാരുടെ ശമ്പളമാണ്. അവർക്ക് കിട്ടുന്ന അവരുടെ പ്രൊഫഷനിലുള്ള അവരുടെ പ്രശ്നമാണ് ഇവരിപ്പോൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഘടനയുടെ പ്രശ്നത്തിൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരും ഒരു താരങ്ങളുടെ സംഘടനയാണ്. അപ്പോൾ സൂചന പണിമുടക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ജൂൺ 1 മുതൽ ചലച്ചിത്ര നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്നാണ് തിയേറ്ററുകൾ അടച്ചിട്ടു എന്നും നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതായത് സൂചന അതാണ്. സിയാദ് കോക്കർ പ്രൊഡ്യൂസർ സ്ട്രൈക്ക്, സിനിമാ സമരവും ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കുമോ എന്നാണ് നമ്മുടെ ചോദ്യം. എന്നാണ് ചലച്ചിത്ര മേഖലയിലുള്ളവർ ഇപ്പോൾ ആശങ്കപ്പെടുന്ന താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുക എന്നതാണ്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുക എന്ന ഒരു നിഗമനമാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. താരങ്ങളുടെ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് അതൊരു വലിയ ബാധ്യതയായി മാറും. അത് വലിയ നിർമ്മാണ ചെലവുകളെ പങ്കെടുക്കും അതൊക്കെ പറഞ്ഞ്. എന്നാലും കുറെ കൂടുതൽ താരങ്ങളും ഒരുപാട് നടന്മാരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. താരങ്ങൾ അമ്മയുടെ ഭാഗത്ത് വേറെയാണ്, ഫെഫ്കയുടെ വേറെ ഭാഗത്താണ്. രണ്ടും രണ്ട് സംഘടനയാണ്. അപ്പം രണ്ടുപേർക്കും ഈക്വലായ ഒരു ഇൻകം അവിടെ സ്റ്റോപ്പ് ആകുന്നത് കൊണ്ട് അവിടെ നഷ്ടങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യും. അപ്പം ആ നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ പ്രതിഫലം കുറക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ്
കളക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുമല്ല, അത് വേൾഡ് വൈഡ് ലോകത്തെത്തിക്കുന്നൊരു സംരംഭക കൂടിയാണ് ഈ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ചെയ്തുകൊണ്ട് വേണം ഒരു നടനാവാൻ. ഒരു ഡയറക്ടർ ഒരുപാട് പഠിച്ചു വേണം അവന് ആ ഡയറക്ടർ കരിയറിലെത്താനും. ചിലർക്ക് ആധുനിക കഴിവുകൾ കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമ എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ, അത് അവൻ്റെ സ്വന്തം കുടുംബം പോലും പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭാഗ്യത്തിൻ്റെ ലക്ക് കളിയാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായം. അപ്പം ഇവിടെ താരങ്ങളുടെ വില വർധനവാണ്. ഇപ്പോൾ കോടികൾ കൊണ്ടാണ് പടങ്ങൾ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ലക്ഷങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ വിലച്ചെലവുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ വിലച്ചെലവുകളാണെന്നാണ് ശ്രീകുമാർ ഇവിടെ പറയുന്നത്. അപ്പം മേഖലയിലുള്ള ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നു. താരങ്ങളുടെ പ്രതിഫലമാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. വിനോദ നികുതിയാണ് ഒഴിവാക്കേണ്ടത് എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ചലച്ചിത്ര നിർമ്മാതാ സംഘടന സിനിമാ താരം കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത്. ജൂൺ 1 മുതൽ ചലച്ചിത്ര നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും തിയേറ്ററുകൾ അടച്ചിടുമെന്നും നിർമ്മാതാക്കൾ സംഘടന അറിയിച്ചിരുന്നു. എന്നാൽ നിർമ്മാതാക്കളുടെ തീരുമാനത്തെ അസംതൃപ്തിയോടെയാണ് ഒരു വിഭാഗം ചലച്ചിത്ര പ്രവർത്തകർ സമീപിച്ചത്. നിർമ്മാതാക്കളുടെ തീരുമാനത്തിനെതിരെ സംഘടനാ അംഗവും നിർമ്മാതാവും ഫ്യോക് പ്രസിഡന്റും ആന്റണി പെരുമ്പാവൂരും ആദ്യമായി വിമർശിച്ചുകൊണ്ട് സുദീർഘമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ടൊവിനോ തോമസ് അടക്കമുള്ള മുൻനിര താരങ്ങൾ മുന്നോട്ട് വന്നു. സിനിമാ സമരം അംഗീകരിക്കപ്പെടാവുന്ന കാര്യമല്ലെന്ന് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ഒരു വിഭാഗം അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ലിബർട്ടി ബഷീറും അടക്കമുള്ള ഫിലിം എക്സിബിറ്റേഴ്സ് യൂണിറ്റ് ഭാരവാഹികൾ നിർമ്മാതാക്കളുടെ തീരുമാനത്തെ എതിർക്കുന്നതായി ETV ഭാരതിനോട് പറഞ്ഞു. എന്നാൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ആൻഡോ ജോസഫ് ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചില്ല. ETV ഭാരത് കേരള വാട്സപ്പ് ചാനൽ അതിലാണ് നമ്മൾ ഇത് കാണുന്നത്. മുൻനിര താരങ്ങൾ വരെ നിർമ്മാതാക്കളുടെ തീരുമാനത്തെ വിമർശന ബുദ്ധിയോടെ സമീപിക്കുന്നത് പ്രശ്നങ്ങൾ രൂക്ഷ സ്വഭാവത്തിലേക്ക് കടക്കാൻ കാരണമാകും എന്ന് ഇൻഡസ്ട്രിയിൽ ഉള്ളവർ വിശ്വസിക്കുന്നു. ചലച്ചിത്ര മേഖലയിലുള്ള ഭൂരിഭാഗം പേർക്കും സിനിമാ സമരം എന്ന കാഴ്ചപ്പാടിനോട് അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. സംഘടനയുടെ തീരുമാനമൊപ്പം സമരത്തെ അനുകൂലിക്കുന്നില്ലെന്ന് പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ ETV ഭാരതിനോട് പറഞ്ഞു. ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞതെന്നും അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടെന്നും ലിസ്റ്റൻ പറയുകയാണ്. സിനിമ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യാനാണ് സംഘടന എത്തിയത്. സംഘടനയുടെ തീരുമാനങ്ങളെ പിന്താങ്ങുന്നു എന്ന് ലിസ്റ്റൻ പറഞ്ഞു. മുൻനിര താരങ്ങൾ വരെ എതിർ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സമയത്ത് സിനിമ സമരവും മുന്നോട്ടു പോകാൻ തന്നെയാണോ തീരുമാനമെന്ന് ETV പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചോദ്യം ഉന്നയിച്ചു. സംഘടന എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഒരു സൂചന പണിമുടക്ക് എന്തായാലും സംഭവിക്കുമെന്നും നിർമ്മാതാക്കളുമായി സംഘടന പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാരവാഹി ശ്രീ സിയാസ് കോക്കർ പ്രതികരിച്ചു. ഒരു പണമുടക്ക് സംഭവിച്ചാൽ മാത്രമാണ് കാര്യങ്ങളുടെ ഗൗരവം ഗവൺമെന്റിന് ബോധ്യമാവുകയുള്ളൂവെന്നും സിയാദ് കോക്കർ പറയുന്നു. സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലാണ്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ധാരാളം സമയം നമുക്ക് മുന്നിലുണ്ട്. അതിനിടയിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിച്ചാൽ സിനിമാ സമരം ഒഴിവാക്കപ്പെടും. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ല നിർമ്മാതാക്കളുടെ സംഘടന ശ്രമിക്കുന്നു, പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണെന്ന് സിയാദ് കോക്കർ പറഞ്ഞു. പെട്ടെന്നൊരു സമരം പ്രഖ്യാപിച്ച് ആരെയും ബുദ്ധിമുട്ടിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. സമരത്തിലേക്ക് കടക്കാൻ ജൂൺ മാസം വരെ സമയമുണ്ട്. ആരുമായും ഏത് രീതിയിലുള്ള ചർച്ചയിലും നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറാണ്. ഇതൊന്നും ഫലവതയില്ലെങ്കിൽ സൂചന പണിമുടക്ക് നടത്തും.
ഒരു ഫലമായില്ലെങ്കിൽ സൂചന പണിമുടക്കും. എന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കട്ടെ എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ സംഘം തീരുമാനിച്ചത്. അപ്പോൾ തിയേറ്റർക്ക് വൻ ഭീഷണി വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ. അപ്പോൾ നിർമ്മാതാക്കൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലും സിനിമക്ക് ഒരു വെല്ലുവിളിയാകുകയും ചെയ്യുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ്. അവർ ശക്തമായ നിർദ്ദേശങ്ങളാണ്, ശക്തമായ ഇൻഫർമേഷനുകളാണ് ജനങ്ങളിലേക്ക്, നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ഒരു ഗവൺമെൻറ് പോളിസിയിൽപ്പെട്ട കാര്യം തന്നെയാണ്. അവിടുത്തെ ഉത്തരവാദിത്തപരമായ ഗവൺമെൻറ് അംഗീകരിക്കേണ്ട കുറേ കാര്യങ്ങളും. സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് സിനിമയില്ലാതെ ലോകത്തൊരു പ്രൊഡ്യൂസേഴ്സോ ഒന്നുമില്ലാതെ നമുക്ക് നിലനിൽപ്പ് അനിവാര്യമല്ല. അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭിന്നത രൂക്ഷമാകുന്നു. ട്രഷറർ ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിൽ താങ്കൾ സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നുവെന്നും കൂട്ടായി എടുത്ത സമര തീരുമാനത്തെ ആന്റണി സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്ത് തെറ്റാണെന്നും സംഘടനയ്ക്കെതിരെ ഏത് നീക്കവും ചെറുക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നു. സിനിമ സംഘടനയ്ക്കിടയിലെ തർക്കത്തിൽ നിർമ്മാതാക്കൾക്കിടയിലെ ഭിന്നത രൂക്ഷമാകുന്നു. ഇത് സംബന്ധിച്ച് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റൻ സ്റ്റീഫൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ പറഞ്ഞത് 17 മണിക്ക് കൊച്ചിയിലാണ് വെച്ചാണ് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞത്. ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ അതൃപ്തി പരസ്യമാക്കിയതും വാർത്താ സമ്മേളനം വിളിച്ചത് ആന്റണി പെരുമ്പാവൂർ സംഘടനയെ വിമർശിച്ചതിന് പിന്നാലെ. അപ്പോൾ ആന്റണി സംഘടനയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ രൂക്ഷമായാണ് ജി സുരേഷ് കുമാർ ഒട്ടും പിറകിലേക്ക് ഞങ്ങൾ പോവില്ല, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ശക്തമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ തങ്ങൾ സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നു എന്നും കൂട്ടത്തോടെ ഉള്ള സമര തീരുമാനത്തെ ആന്റണിയെ സമൂഹത്തിലൂടെ ചോദ്യം ചെയ്ത് തെറ്റാണെന്നും സംഘടനയ്ക്കെതിരെ ഏത് നീക്കവും ചെറുക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരുന്നു. ഇത് ഏത് നീക്കവും ചെറുക്കാമെന്നും നിർമ്മാതാക്കൾ സംഘടന വ്യക്തമാക്കുന്നു. എല്ലാ നിർമ്മാതാക്കളെയും ഗുണത്തിനു വേണ്ടിയാണ് മാത്രം പ്രവർത്തിക്കുന്ന ഭരണസമിതി എടുത്ത തീരുമാനങ്ങൾ പത്രമാധ്യമങ്ങൾ ജനങ്ങളിൽ അറിയിക്കും മാത്രം ചെയ്ത ശ്രീ ജി സുരേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ചോദ്യം ചെയ്ത ശ്രീ ആന്റണി പെരുമ്പാവൂർ അന്ന് ചേർന്ന യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടിട്ടും പങ്കെടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചത് അനുചിതമായി എന്ന് സൂചിപ്പിക്കേണ്ട. വർദ്ധിക്കുന്ന നിർമ്മാണ ചെലവ് കാരണം ഭീമമായ നഷ്ടം സംഭവിക്കുന്ന നിർമ്മാതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അസോസിയേഷൻ നിലപാട് സംഘടന വൈസ് പ്രസിഡന്റ് മുതിർന്ന നിർമ്മാതാവുമായ ശ്രീ ജി സുരേഷ് കുമാർ വ്യക്തമാക്കിയത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 സിനിമകളിലും ഇപ്പോൾ ചാക്കോച്ചൻ ഒരു സിനിമ അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇതിലുമുണ്ട്. തിയേറ്റർ അടച്ചിടുകയും സിനിമകൾ ചേർത്തുവെക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തീരുമാനമെടുക്കുന്നൊരു രാജ്യത്തല്ല നമ്മളൊരു സംഘടനാപരമായ നിലനിൽക്കുന്നത്. അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളും ആണ്. അതല്ല മറ്റേതെങ്കിലും സംഘടനയിൽ നിന്നോ വ്യക്തികളിൽ നിന്നും ലഭിച്ച അധികാരമല്ലാത്ത വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തിപ്പറയാനുമുള്ള ആർജവം, ഉത്തരവാദിത്വം, പക്വതയും അദ്ദേഹത്തെ പോലെ ഒരാൾ കാണിക്കണമെന്നും സുരേഷ് കുമാറിനുള്ള പ്രതികരണമെന്നാണ് രൂപത്തിൽ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് കുറിച്ചത്. അപ്പോൾ ആന്റണി മറ്റു രീതിയിൽ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരവധി സംഘടനാ സംഘർഷങ്ങൾ, അലിഗേഷൻസ് എന്ന് തന്നെ ഇതിനെ പറയാം. ഇത് സംഘടന, താരസംഘടന, അമ്മ സംഘടന ഇവർ തമ്മിലുള്ള ഐക്യു പ്രശ്നം തന്നെയാണ്. ഒരാൾക്ക് ഇത്ര മുടക്കി ഒരു സിനിമ ബഡ്ജറ്റിൽ നിർമ്മിക്കാൻ പറ്റാത്ത പ്രൊഡ്യൂസേഴ്സിൻ്റെ പാളിച്ചകൾ, പോരായ്മകൾ, അവർക്കുള്ള ഇൻഡസ്ട്രിയിലെ വാല്യൂ ഇല്ലാതാകുന്നതാണ്. താരങ്ങൾക്ക് സിനിമകൾ ഇറക്കുമ്പോൾ
അവർക്ക് ഇനി ഒരു തിയേറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷന് ഉൾപ്പെട്ട് ഒരു തിയേറ്റർ അസോസിയേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് തിയേറ്റർ എന്ന് പറയുന്നതൊക്കെ പ്രൊഡ്യൂസറുടെ കൈകളിലാണ്, സിനിമകളെല്ലാം താരങ്ങളുടെ കൈകളിലാണ്. അപ്പം ഡയറക്ടറും സിനിമകളും പ്രൊഡ്യൂസേഴ്സൊക്കെ സിനിമകളിലും ഉണ്ടാകുന്നു എന്ന കുറേ പരാതികൾ അങ്ങനെ അതിന് കൂടുതൽ സിനിമാ നടന്മാരുടെ ശമ്പള വർധനവിൻ്റെ പേരിലും അങ്ങനെ പല കാര്യങ്ങൾ ഈ അസോസിയേഷൻ ഒരുപാട് ക്രൈറ്റീരിയകൾ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട്. ഇത് പൊതു മാധ്യമങ്ങൾ ചർച്ച ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ ഒരു അഭിപ്രായം. കാരണം ഒരു ഒപ്പീനിയനായി നമ്മൾ പറയുമ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുള്ള കൂട്ടായ തീരുമാനമായിരിക്കണം. അവിടെ ഒരു സംഘടന ഉണ്ടാവണം, അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടാവണം. അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു പ്രസ്താവന വളർന്നു വരികയുള്ളൂ, ഒരു സിനിമ കൂട്ടായ്മയുടെ നിലപാട് ശക്തമാവുകയുള്ളൂ. അവിടെ ഒരു പാളിച്ച സംഭവിച്ചാൽ എല്ലാവിടെയും പൊളിഞ്ഞ് അടരും. കാരണം എവിടെയും നമുക്ക് കൂട്ടിക്കെട്ടാനുള്ള സിനിമകളിൽ ഫ്ലോപ്പാകുന്ന പല സിനിമകളും ഈ വർഷങ്ങളിൽ ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതൊക്കെ യാഥാർത്ഥ്യമാണ്. കാരണം പല സിനിമകൾ മമ്മൂട്ടി വമ്പൻ ക്രാഷായിരുന്നു. അപ്പോൾ ആ സിനിമകളൊക്കെ വന്നതും പൊട്ടിയതുമൊക്കെ 100 കണക്കിന് ചിത്രങ്ങളായിരുന്നു. അപ്പോൾ ഒരു ലാഭം കൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഇൻഡസ്ട്രിയാണ്. അപ്പം അവിടെ ലാഭവും നോക്കുന്നുണ്ടാവും. അപ്പം ഇതിൽ പറയുന്നത് ഈ ഒരു വിവാദം, ഈ ഒരു അലിഗേഷൻസ്, ഈ ഒരു സമരം ജൂൺ മാസത്തിലാണ് ആരംഭം കുറിച്ചത്. ഇപ്പം നിലവിൽ ഈ ഒരു സമരം ആരംഭിച്ചിട്ടില്ല. ഇനി ജൂൺ മാസമാകുമ്പോൾ സമരത്തിൻ്റെ വേറെ മുഖങ്ങൾ നമ്മൾ കാണും. അപ്പം അത് ഏത് നിലപാട് സിനിമകൾക്ക് അനുയോജ്യമായതാണോ അല്ലാത്തതാണോ, ഇവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു നിലപാട് വീണ്ടും ഇവർ ഒരു മാധ്യമ കൂട്ടായ്മയെ കൊണ്ടുവന്ന് അവിടെ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇതെല്ലാം ശാശ്വത പരിഹാരം ചെയ്ത് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ഇവിടെ പകപോക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമൊന്നും സിനിമയിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. സിനിമ എന്നത് ഭാഗ്യം കൊണ്ട് പരീക്ഷണം നടത്തുന്ന ഒരു കച്ചവടമാണ്. അവിടെ ഭാഗ്യ പരീക്ഷണത്തിന് മാത്രമാണ് അപ്പോൾ കൂടുതൽ പണം മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടാനുള്ള വഴി പ്രൊഡ്യൂസേഴ്സ് നോക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്നവർക്ക് അവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നു. അവർക്ക് ലാഭത്തിന് വേണ്ടി സിനിമ അഭിനയിക്കുന്നതാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ വ്യൂവർഷിപ്പ്, അവരവരുടെ അടിമത്തം ആർക്കും കീറി കൊടുക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം പ്രൊഡ്യൂസർ ആവുമ്പോൾ അവരുടെ ഭരണം നടപ്പിലാക്കണം എന്നാണ് അവരുടെ ധാരണ. സിനിമാ താരങ്ങൾ അവരുടെ നിയമങ്ങൾ ഒന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന മറ്റൊരു ധാരണ. ഇങ്ങനെ പല ധാരണകളിലൂടെയാണ് സിനിമാ സംഘടനകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട്. അപ്പോൾ ഈ റൂട്ട് പല വഴികളിലേക്കാവുമ്പോൾ നമ്മുടെ ചിന്തകളും പല വഴികളിലേക്ക് പോകുമെന്നതാണ്. അപ്പോൾ ഈ മാധ്യമങ്ങളിലേക്ക് വരുന്ന വാർത്തകൾ സത്യമായിരിക്കാം. കാരണം ഇതൊക്കെ ഉള്ളതാണെങ്കിലല്ലേ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ മാധ്യമങ്ങളിലൂടെ വെറുതെ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി കളിക്കാൻ നിൽക്കരുതെന്നേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഇത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമല്ലേ. സമൂഹത്ത് ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാം, ഇത് പ്രേക്ഷകർക്ക് ജഡ്ജ് ചെയ്യാം, എല്ലാവർക്കും ജഡ്ജ് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള സമരങ്ങളെ നിങ്ങൾ പിന്തുണ ചെയ്യുന്നുണ്ടോ? ഇത് പിന്തുണ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? യുവർ ക്വസ്റ്റ്യൻ. അപ്പം ഇത് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ പെടുന്ന കാര്യവും പിന്നെ ഗവൺമെൻറ് അംഗീകരിക്കേണ്ട കാര്യവുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പം ഇത് ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ സമൂഹത്ത്
കേരളത്തിലെ ഇൻഡസ്ട്രിയുടെ അവസ്ഥ നോക്കുമ്പോൾ വളരെ ഒരു ശോകമായൊരു ഇൻഡസ്ട്രി തന്നെയാണ്. എത്ര പഠിച്ചാലും പഠിക്കാത്തൊരു ഇൻഡസ്ട്രി തന്നെ. കാരണം തർക്കങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ, സമീപനങ്ങൾ വളരെ കുറവാണ്. അപ്പം അതിലേക്ക് കൂടി മാത്രം ഫോക്കസ് കൊണ്ടുന്ന ഒരു സിനിമ നിർമ്മാണം ഉണ്ടാക്കുന്നതിനാണ്. അപ്പം എല്ലാവർക്കും ജീവിക്കണം, അവർക്ക് അവരുടേതായ ഓപ്ഷൻസ് എടുക്കാം. അതിന് മറ്റുള്ളവർ കൈ കടത്തേണ്ട ആവശ്യമില്ല എന്നത് എനിക്കൊരു അഭിപ്രായമുണ്ട്. മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കണമെന്നുണ്ട്. അത് നിലപാടിൽ എങ്ങനെ കൊണ്ടുവരണമെന്നത് നമ്മുടേതായ ഒരു വൈബ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. അവർ തന്നെ അടുത്ത അപ്ഡേറ്റ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും ശ്രീകുമാറും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രശ്നമൊക്കെ എത്ര രൂക്ഷമാകുമെന്നത് ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആ പോസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ആൻ്റണിയും ശ്രീകുമാറും ഒന്നിച്ച് തീരുമാനിക്കേണ്ടതാണ്. ജയൻ ചേർത്തല പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കുമെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ്. അവിടെ താരങ്ങൾക്ക് മൂല്യമുണ്ടെങ്കിലും സമീപനങ്ങളിൽ എല്ലാവരും തുല്യരായിരിക്കണം. അപ്പോൾ സിനിമ എന്നത് ഒറ്റൊരുത്തൻ്റെ മാത്രം കഷ്ടപ്പാടല്ല, കൂട്ടായ കഷ്ടപ്പാടാണ്. ആ കൂട്ടായ്മ നിലനിൽക്കുകയാണെങ്കിൽ സിനിമ ഇനിയും വിജയിക്കുമെന്ന നമ്മുടെ സിനിമാ ഡയലോഗ് പോലെ നമുക്ക് പറയാനേ ഉള്ളൂ. കാരണം സിനിമ അങ്ങനെയാണ്. ആരെങ്കിലും വന്നാലും നിന്നാലും സിനിമ അവിടെ ഉണ്ടാവുമെന്നത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയായിരിക്കും ജീവിതത്തിൽ നമ്മൾ കളിക്കുമ്പോൾ. സിനിമ എന്നത് ഇന്നവരുടെ മാത്രം സ്വത്തല്ല എന്നത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് വരുമെന്ന് വിശ്വാസത്തോടെ ബൈ ഫോർ